ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഒരു അവിയൽ ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനാവശ്യത്തിലുള്ള വെജിറ്റബിൾ എല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് അതിനാവശ്യത്തിനുള്ള തേങ്ങ. ഇത് ഒരു തേങ്ങയുടെ പകുതിയുണ്ട്. ഇത് കുറച്ച് ചെറിയുള്ളി. ഇതൊരു സവാളയും ചെറിയുള്ളിയും കൂടെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് അതിനാവശ്യത്തിനുള്ള പച്ചമുളക്. അപ്പോൾ ഈ വെജിറ്റബിൾ എല്ലാം കൂടെ ആദ്യം ഒന്ന് വേവിക്കാൻ വെക്കാവേ. അങ്ങനെ വെജിറ്റബിൾ ഇതിലേക്ക് ഉപ്പ് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് അതും കൂടി ഇട്ട്, ഇതൊരു 4 പച്ചമുളകുണ്ട്, ഞാൻ കീറി വെച്ചിരിക്കുകയാണ്. പിന്നെ സവാളയും ചെറിയുള്ളി ഇതും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാവേ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വേവിക്കാൻ വെക്കാവേ. 1 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ ജീരകപ്പൊടി. ഞാൻ ജീരകം അരയ്ക്കുന്നില്ല, അതിന് പകരം പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കുറച്ച് മല്ലിപ്പൊടി ഞാൻ അതും കൂടെ ചേർക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കാമേ. ഇത് വേവിക്കാൻ ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. ഞാൻ ഇതിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനാവശ്യത്തിന് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചെടുക്കാമേ. നല്ല ഫൈനായിട്ടൊന്നും അരിയണ്ട, ഞാൻ ചെറുതായിട്ടൊന്ന് കറക്കി എടുക്കുന്നേ ഉള്ളൂ. ഈ ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ജാറ് വഴി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുവാണ്. വെജിറ്റബിൾ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. ഇതൊന്ന് അടച്ചു വെച്ച് ഞാൻ ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കുകയാണ്. ഈ തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടി ഞാൻ അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്.
ഞാനിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.